ഇവിടെ കയറി വേടാ. പോയാ എടാ ഇവിടെ വരാൻ എൻ്റെ മറയെ ചെന്നിക്കണേ. പേടിക്കുന്നു. അത് നക്കി തോർത്തി നീ നക്കി തോർത്തിയടാ. അത് എന്താ ചോട്ടിൽ തന്നെ നിക്കണേ? സുന്ദരനായല്ല. ഇതിന്റെ അടിയിൽ നിന്ന് മാറാത്തെന്താ? എന്താണെന്ന് അറിയില്ലേ, കുഞ്ഞ് ആ മാവിൻ്റെ ചോട്ടിൽ നിന്ന് മാറാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അവൻ എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് തോന്നണം അവന്. ഇനി നമ്മൾ പോപ്പിക്കുഞ്ഞിൻ്റെ അടുത്താണ് പോണത്. നമ്മുടെ പോപ്പിക്കുഞ്ഞ് എന്നെ കണ്ടിട്ട് അവിടെ കിടന്ന് ഭയങ്കര അലർച്ചയുണ്ടോ കണ്ടോ, ഭയങ്കര സ്നേഹവും ഇങ്ങനെ ചാട്ടും. എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഒച്ച അവൻ റോട്ടിൽ നിൽക്കുമ്പോഴേ അറിയാം അവന്. അപ്പോൾ ഈ വീടിൻ്റെ പിൻവശത്ത് കിടന്ന് നല്ല കുറയാണ്. അപ്പോൾ എന്ത് കൊടുത്താലും അവൻ തട്ടിക്കളയും. ഇന്ന് കുഞ്ഞിന് പെഡിഗിരി കൊടുത്തത്. അവന് ചോറ് കണത്തിന് ഞാൻ ഇടയ്ക്ക് കൊടുക്കാറ് നന്നാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് പെഡിഗിരി കൊടുത്തത്. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പാത്രത്തിലാക്കി തട്ടിക്കളയാണ്ട് ഒരു ഇതിനകത്താക്കിയൊക്കെയാണ് ഞാൻ കൊടുത്തത്. നാലും കക്ഷി അത് തട്ടിക്കളഞ്ഞു. അപ്പം നമ്മുടെ അപ്പുമ്മൻ എന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് എൻ്റെ വണ്ടിയുടെ ചുറ്റും നടക്കണ്ട. വണ്ടിയിൽ കയറാനൊക്കെ ഉള്ളൊരു ശ്രമമൊക്കെ നടത്തി. എൻ്റെ ഒപ്പം പോരണം, എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടെ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. പോകുമ്പോൾ ഒത്തിരി ദൂരം എൻ്റെ വണ്ടിയുടെ പിന്നാലെ വരും. എൻ്റെ വീട് ആ പരിസരത്താണ് എന്നുള്ളൊരു ഇത് അവനുണ്ട്. അപ്പം അവിടേക്ക് വന്നാലോ, വരണം, എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ എന്നൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട. ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിലും പോയോ എന്നൊരു ശങ്കയാണ്. വിശപ്പല്ല അവന് പ്രധാനം. അവന് ഭയങ്കര സ്നേഹമുള്ളൊരു ഡോഗാണ്. പിന്നെ ഈ പറഞ്ഞോണ്ട് നമ്മൾ കൂടെ നിൽക്കുമ്പോൾ അവനെങ്ങനെയെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരോടായിരുന്നാലും ഒന്ന് വെറുതെ ഒന്ന് ചാടാനായിട്ട് വണ്ടികളുടെ അടുത്തൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ചാടി കാണിക്കുന്നുണ്ട്. നമ്മളോടുള്ള സ്നേഹം നന്ദിയൊക്കെ പ്രകടിപ്പിക്കുന്നതാണ്. പക്ഷേ ഒരു ബാഡ് ഹാബിറ്റ് അവനുണ്ട്. നമ്മൾ ആ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു ഇതാണ് അവൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ എന്താ വെച്ചാൽ എൻ്റെ വണ്ടിയുടെ പിന്നാലെ ഇങ്ങനെ കുറേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓടിയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം സമയം ഇന്ന് അവൻ്റെ ഒപ്പം ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഞാനുള്ള ധൈര്യത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ചാടി ഒക്കെ മണപ്പിച്ചൊക്കെ ഓരോന്ന് നോക്കണം. എന്തൊക്കെയോ അവിടെ മണം കിട്ടിയിട്ട് ഇങ്ങനെ കണ്ടോ. ഇപ്പോൾ അവന് ആ ഭക്ഷണം കൊടുത്തത് തീറ്റ കഴിഞ്ഞാൽ ചാക്ക് ഞാൻ മടക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ അത് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഓരോ പറ്റും പിറക്കി തിന്നുന്നതാണ്. ഇന്ന് ഭയങ്കര സ്നേഹവും സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതുകൊണ്ട് കുറേ സമയം അവന് ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ 10 മിനിറ്റോളം ഞാൻ അവൻ്റെ ഒപ്പം ചിലവഴിച്ചിട്ടാണ് പോകുന്നത്. ഭയങ്കര സ്നേഹമാണ് അവന്. എന്നെയും കൂടെ കൊണ്ടുപോകും എന്നും പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഒരു പ്രത്യേക അവന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല അത് പറഞ്ഞു. ആ രീതിയിലാണ് അവൻ്റെ സംസാരമൊക്കെ. അപ്പോൾ കുറേ നേരം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യത്തെ കിടന്ന് ഓടി കളിച്ച് അല്ലപ്പോൾ അവിടെ എന്തോ ഒരു കണ്ടു അവിടെ കിടന്ന് നോക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിലാണ് അവന് ഇങ്ങനെ നിൽക്കാനും ഓടാനും ഒക്കെ നോക്കാനൊക്കെ ഉള്ളൊരു ഇതുള്ളൂ. അല്ലെങ്കിൽ അവന് അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോവാണ് ചെയ്യാറ്. കണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പരിശോധിച്ച് മണപ്പിച്ചൊക്കെ നടക്കണം. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമായിട്ടാണ് ഞാൻ ഒത്തിരി നേരം അവൻ്റെ കൂടെ ചിലവഴിച്ച കാരണം കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. മിക്കപ്പോഴും ഞാൻ ഭക്ഷണം കൊടുത്ത് 2-3 മിനിറ്റ് നിന്ന് അങ്ങനെ പോരാറ് പതിവ്. ഇന്ന് 10 മിനിറ്റോളം ഞാൻ കൂടുതൽ അവൻ്റെ ഒപ്പം ചിലവഴിച്ചു. പാവം അവന് അങ്ങനെയെങ്കിലും ഒരു ഇത് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കാണാനില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കുറച്ച് പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞിനെ കണ്ടെത്തി. അപ്പോൾ അവിടെ വന്നപ്പോൾ കുഞ്ഞിനെ അവിടെ കിടക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പ്രത്യേക സ്വരം ഉണ്ടാക്കി അവൻ കരഞ്ഞെങ്കിൽ എൻ്റെ കൂടെ വരാൻ തയ്യാറായില്ല. വേറൊരാളും കൂടി അവിടെ ഉണ്ട്. അത് ഇവൻ്റെ സഹോദരി മാറിപ്പോയി. അത് അവൻ്റെ സഹോദരി തന്നെയാണ്. പക്ഷെ അവനറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മളുടെ അവിടെ നിന്ന് അവൻ കുറേ മാറി അങ്ങോട്ട് പോയി. ഇത് നമ്മുടെ ബ്ലാക്കോ റോട്ടിൽ വെച്ച് എന്നെ കണ്ടതാണ്. വയറൊക്കെ നിറഞ്ഞിരിക്കണം. എന്നാലും ഞാൻ കുറച്ച് ഇത് കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അപ്പോൾ അവൻ പതുക്കെ കഴിക്കുന്നതാണ്. പിന്നെ വിരയുടെ പ്രോബ്ലം ഉണ്ട്. മരുന്ന് കൊടുക്കേണ്ട സമയം ആയി. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ക്ഷീണം കാണിക്കുന്നതാണ്. വയറ് നിറഞ്ഞിരിക്കുന്ന കാരണം കുഞ്ഞ് അവനൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്താ പറയുക, ഒത്തിരി നന്ദി. കുറേ പേരൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഇവരെ സ്നേഹിക്കുക.